ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ എന്തിനെയോ ഓർത്ത് ദുഃഖിച്ച് നിൽക്കുന്ന നിങ്ങളെയാണ് കാണുന്നത്. രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എന്തോ നഷ്ടപ്പെട്ട ആരെയോ പോലെ തോന്നും. പക്ഷെ പേടിക്കണ്ട, എഴുന്നേറ്റ് ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക കണ്ടെത്താനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. 3 കപ്പുകൾ മറിഞ്ഞാണ് നടക്കുന്നെങ്കിൽ 2 കപ്പുകൾ നിവർന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ചുറ്റും നോക്കുക. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള മറ്റ് സമ്മാനങ്ങളിലേക്ക് നോക്കുക. ഇത് നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി. മാത്രമല്ല, നിങ്ങൾക്ക് പോകാനുള്ള ദൂരം ഒരുപാട് ദൂരെയാണ് നിങ്ങൾക്കുള്ള സമ്മാനം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക. ഈ പാലത്തിലൂടെ കയറി നിങ്ങൾ കൊട്ടാരത്തിലെത്തുക. കൊട്ടാരത്തിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ എന്തോ നിസ്സാര കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കണ്ട. നിങ്ങൾക്ക് വരാനുള്ളത് ഇതിലും വലുതെന്തോ വരാനിരുന്നു എന്ന് പറഞ്ഞ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കിട്ടാനുള്ള സമ്മാനം വളരെ വലുതാണ്. ഈ പോയി താഴെ വീണ് കിടക്കുന്ന ചീള് കേസ് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സോറി, കളിയാക്കിയതല്ല, കയ്യിൽ നിന്ന് പോയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാലം കരുതി വെച്ചിരിക്കുന്ന സമ്മാനം വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ നഷ്ടപ്പെടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ യാത്ര മുടക്കരുത്, അല്ലെങ്കിൽ അതിൽ സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങൾ ചുറ്റും എഴുന്നേൽക്കുക, ചുറ്റും നോക്കുക, കിട്ടുന്ന സമ്മാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വിശാലമായ ലോകമാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്കുള്ളതല്ലായിരിക്കും. ആണെങ്കിൽ അത് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാവും. ഓക്കെ, അതോർത്ത് നിങ്ങൾ വിഷമിച്ച് നിൽക്കണ്ട എന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നിങ്ങളൊരു എന്താ പറയുന്നത്, കുറച്ച് കൺട്രോൾഡായിട്ട് നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. കുറച്ചൊരു ആളുകളോട് വലിയ മിംഗ്ലിങ്ങിനൊന്നും പോകത്തില്ല. കുറച്ച് സ്ട്രിക്റ്റായിട്ട് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതായിട്ട്, മറ്റുള്ളവരുമായിട്ട് വലിയ സമ്പർക്കമില്ലാതിരിക്കുന്നതായിട്ടും, ഒരു മൂകത, ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ടും തോന്നുന്നുണ്ട്. അതുപോലെ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട്. പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പൈസ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. അതായത് പിശുക്കത്തരം കാണിക്കാൻ തോന്നും. എന്നാൽ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ വാങ്ങിക്കാൻ പണം സ്വരുക്കൂട്ടി വെക്കുകയും ചെയ്യും. അതായത് വീട്ടിലെ ഫർണിച്ചർ വാങ്ങുമോ, വീട് വാങ്ങുമോ, കാറ്, ഷോപ്പ്, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം സംഭരിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുകയോ ചെയ്യും. പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾ പണം ചിലവാക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇന്ന് കുറച്ച് സെക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. ഒരു ഒറ്റപ്പെട്ട പോലൊരു ഫീലൊക്കെ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ഫീലൊക്കെ നിങ്ങൾക്കുള്ളത് പോലെയാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ ഓർമ്മകളെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഇരിക്കുന്നിരിപ്പുണ്ടോ, കഷ്ടം തോന്നും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കുറച്ച് പേരൊക്കെ ഇന്ന ദിവസം ഉള്ളത്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുക. നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അടുത്ത കാർഡ് ഹെർമിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കൊരു ആത്മപരിശോധനയൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്താണ് ഞാൻ ഈ ഇത്രയും നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ ഒന്നും വർക്കാവാത്തത്, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, എനിക്കിനി എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ
അല്ലാത്തൊരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. നിങ്ങൾക്കൊരു സ്റ്റക്നെസ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇപ്പം എൻ്റെ കർമ്മ അവസാനിച്ചോ, എൻ്റെ കർമ്മ എന്ന് അവസാനിക്കും, ഇല്ലെങ്കിൽ അത് അവസാനിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനിയും ഞാൻ ഇതിൽ കൂടുതൽ അനുഭവിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നിങ്ങളൊരു ആത്മപരിശോധന നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സത്യാന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളൊരു മെൻറ്റർ ആവുന്നതായിരിക്കാം. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാവാം. ചിലർക്ക് നിങ്ങളൊരു സമാധാനമാവുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻറ്ററിനെ കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതോ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു മെൻറ്ററിനെ കണ്ടെത്തുന്നതാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹീലിംഗ് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നതോ കൗൺസിലിംഗ് എടുക്കുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ തീർത്ഥാടനത്തിനൊക്കെ പോകാൻ, ക്ഷേത്രങ്ങളിലോ പള്ളിയിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് പഠിക്കാൻ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ സത്യം, ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്തൊരു രഹസ്യം ഉണ്ട്, നിങ്ങളതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കുന്നതാവാം. അല്ലെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞാലോ, എൻ്റെ മനസ്സിലിരിക്കുന്ന ഈ ഒരു രഹസ്യം ആരോടെങ്കിലും പറഞ്ഞാലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാവാം. പക്ഷേ ഇവിടെയും പ്രശ്നം ഇതാണ്, നിങ്ങൾ ഒറ്റപ്പെട്ട പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഈ രണ്ടിടത്ത്, ഈ മൂന്നിടത്തും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. ഓക്കെ, അതുപോലെ ആരോടും മിണ്ടാനൊരു ഇഷ്ടം ഉണ്ടാവത്തില്ല. ഒരു ഡിപ്പെൻഡൻസി ഇന്ന ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവത്തില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒരു ഗൈഡ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതുപോലെ ചെയ്യാനായിരിക്കും ഇന്ന ദിവസം തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒരു ഇന്നർ വോയിസിലൂടെ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു മെൻറ്ററിനെ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഒരു ഗൈഡൻസ് എടുത്ത് നോക്കി പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങൾ വന്ന് ടാരോ റീഡിങ്സ് കണ്ടു, ഇവിടെ ഒരു വീഡിയോ കണ്ടു, അത് കഴിഞ്ഞ് വേറൊരു ചാനലിൽ പോയി വേറൊരു വീഡിയോ കണ്ടു, ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ നിങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വേറൊരു ചാനൽ കാണും. അപ്പോൾ അവിടെ ഇതിനേക്കാൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യം കേൾക്കും. അപ്പോൾ നിങ്ങൾ ആ പാടെ വട്ടുപിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗൈഡൻസ് എടുക്കുക, നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ പേഴ്സണൽ കാര്യം അറിയുക, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇന്നലത്തെ ജനറൽ ഗൈഡൻസിനകത്ത് താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജനറൽ ഗൈഡൻസ് കാണുമ്പോൾ എല്ലാം റെസണേറ്റഡ് ആണ്, പക്ഷേ പേഴ്സണൽ എടുക്കുമ്പോൾ ലൈവിൽ ചോദിക്കുമ്പോൾ എല്ലാം നേരെ നെഗറ്റീവ് ആണല്ലോ എന്ന്. അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ, നിങ്ങളുടെ പേഴ്സണലാണ് ലൈവിൽ വന്നിട്ട് പറയുന്നത്, അപ്പോൾ അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം നെഗറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ജനറൽ വരുന്നത് റെസണേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ശരിക്കുള്ള കാര്യം അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് തന്നെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗൈഡൻസ് എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ കാര്യം കണ്ടെത്തി മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ഇങ്ങനെ ടാരോ ചാനൽസിലൂടെ ഇങ്ങനെ നടന്ന് പലതും കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അതിലും നല്ലത് സ്വന്തമായിട്ടൊരു ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഹെർമിറ്റിൻ്റെ എനർജി പറയുന്നത്. ഒരു സ്റ്റക്നെസ് ആണ്, ഒറ്റപ്പെടലാണ്, സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുവാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കർമ്മ അവസാനിച്ചോ, എപ്പോൾ അവസാനിക്കും, ഇനി ഈ വേദന എത്ര നാൾ അനുഭവിക്കണം എന്നുള്ള കുറേ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഹെർമിറ്റ് എനർജി. ഓക്കെ, നെക്സ്റ്റ് വൺ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ ഇത് തന്നെയാണ്, ലോങ് ടേമിലേക്ക് എനിക്ക് എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ലോങ് ടേമിലേക്ക് എങ്ങനെ സക്സസ്ഫുൾ ആകാം, ലോങ് ടേം വ്യൂവിൽ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുവാണ്. എത്ര നാളും കൂടെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കണം, എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എത്ര നാളും കൂടെ ഞാൻ കാത്തിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുവാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണം. നിങ്ങൾ ശരിക്കും മടുത്തു, നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതാണ്, ഇനി എത്ര നാളും കൂടെ കാത്തിരിക്കണം, ഒന്നുകിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അത് ഒരു റീഡിംഗ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ട്, പക്ഷെ നിങ്ങളുടെ പണമില്ല, ഇത് എവിടെ നിന്ന് പണം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാവാം, പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പണത്തിന് ചിലപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം നിങ്ങൾ ലോങ് ടേമിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത് മച്യൂറായിട്ട് നിങ്ങളിലേക്ക് പണം വരുന്നതാകാം, അല്ലെങ്കിൽ ആ പണത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു എമൗണ്ട് ഓഫ് മണി നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഫിക്സ്ഡ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വേറൊരു ആവശ്യത്തിന് വേറെ പണം ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾ ആ പൈസ എപ്പോൾ കിട്ടും എന്നോർത്ത് നിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പണം കടം ചോദിച്ചിട്ട് കിട്ടുമോ ഇല്ലയോ എന്നോർത്ത് വെയിറ്റ് ചെയ്യുന്നതാവാം. ഓക്കെ, എന്തായാലും പണത്തിന് ആവശ്യമുണ്ട്, കിട്ടിയിട്ടില്ല, അപ്പോൾ അത് കിട്ടുമോ എന്നോർത്ത് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് നിങ്ങൾ എപ്പോൾ എനിക്ക് ഹാപ്പി ആകാൻ പറ്റും എന്നതിനെക്കുറിച്ച്
നിങ്ങൾ തന്നെ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം, ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം, നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. എന്തായാലും ഇന്നൊരു വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. എപ്പോൾ വരും എന്ന് നിങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ് ആണ്. ഇന്നെല്ലാം ഒറ്റക്കാർഡുകളല്ലേ നോക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിന് ഇത് കഴിഞ്ഞിട്ടുള്ള കാർഡാണിത് കേട്ടോ. അപ്പോൾ എപ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മടുത്തു, ഡിസപ്പോയിൻറ്റഡ് ആണ്, നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ട്. ഇവിടെയും പറയുന്ന കുറ്റബോധമുണ്ട്. ചെയ്തു പോയതിനെ ഓർത്ത് ദുഃഖവും കുറ്റബോധവും ഉണ്ട്, നഷ്ടപ്പെടുത്തിയതിൽ വിഷമമുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ പക്ഷേ നിങ്ങൾ മടുത്തിരിക്കുവാണ്, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇനി എനിക്കൊന്നും വയ്യ, അല്ലെങ്കിൽ എനിക്ക് മടുത്തു, എനിക്കിനി ഒന്നിനും മുന്നോട്ട് പോകാൻ വയ്യ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പുതിയ പുതിയ ഓഫറുകൾ വരുന്നുണ്ട്. ജോലി ഓഫർ ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളാവാം, പണമാകാം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് പുതിയ പുതിയ ഓഫറുകൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ സ്നേഹിച്ച എന്തോ ഒന്ന് നിങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ജോലിയാകാം, മുമ്പ് ചെയ്തിരുന്ന ജോലിയാകാം, മുമ്പുണ്ടായിരുന്ന ആളാകാം, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റിൽമെൻ്റ് ആവാം. അതിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് മതി, ഇപ്പോൾ പുതിയതായിട്ട് കിട്ടുന്ന ഒന്നും വേണ്ട, നിങ്ങൾക്ക് അത് മതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് ചില ആളുകളോ ചില സാഹചര്യങ്ങളോ വന്നാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്നോർത്ത് നിങ്ങൾ അഡമൻ്റായിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം വേറെ ഓഫറുകൾ വരുന്നുണ്ട്, നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇവിടെ കാണുന്നത്. 4 ഓഫ് കപ്സ് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം വരണമെങ്കിൽ ഇവിടെ രണ്ടിടത്തും പറയുന്നത് നിങ്ങൾ തൽക്കാലം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മറുപടി, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു മറുപടി തരും. അതെന്താണെന്ന് നിങ്ങളായിട്ട് തന്നെ കണ്ടെത്താനാണ് പറയുന്നത്. അതുപോലെ നിങ്ങളൊരു നിർവികാരമായ അവസ്ഥയിലിരിക്കുന്നതായിട്ട് ഇവിടെ എല്ലാം പറയുന്നത് ഒരുതരം നിർവികാരത നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകുമായിരിക്കും എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒറ്റപ്പെട്ട പോലെയും മറ്റുള്ളവരിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയതുപോലെയും ഡിറ്റാച്ച്ഡ് ആയതുപോലെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ എല്ലാത്തിനെയും മുൻപ് നിങ്ങൾ ഒരു കാൽക്കുലേഷനൊക്കെ നടത്തി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ റീഇവാലുവേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതങ്ങനെ ആയിരുന്നോ, ഇനി ഇങ്ങനെ ചെയ്താൽ ശരിയാകുമായിരുന്നോ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വീണ്ടും ഒന്നും കൂടെ വിലയിരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 4 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കാം. ഹാങ്ഡ് മാൻ. ഇന്ന് മൊത്തത്തിൽ ഫുള്ള് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആരുടെയോ റീഡിംഗ് ആണ് വന്നേക്കുന്നത്. ഒന്നുകിൽ ഈ റീസെൻ്റായിട്ട് റിലേഷൻഷിപ്പ് പോയിട്ടുള്ള ആളാവാം, അല്ലെങ്കിൽ ജോലി പോയിട്ടുള്ള ആളാവാം, വല്ലാതെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആളാവാം. ആരുടെയോ വല്ലാത്തൊരു സ്റ്റക്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഹാങ്ഡ് മാൻ ആണ്. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ല, അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കും, വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കും, വീണ്ടും അടുത്തത് തീരുമാനം എടുക്കും, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കാതെ അടുത്തതിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ ശരിക്കും മടുത്തിട്ട് നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതിരിക്കുകയും നിങ്ങൾ കൂലങ്കഷമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പഴയ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നതായിരിക്കും, വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും, സാക്രിഫൈസ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഹാങ്ഡ് മാൻ്റെ എനർജി പറയുന്നത്. ഇവിടെയൊക്കെ പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇവിടെ നേരെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും പറയുന്നത്. ഇവിടെ തലങ്കുത്തി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യും. ശവാസനവും ശീർഷാസനവും ഒക്കെയാണ് പറയുന്നത്. ശീർഷാസനം ഉച്ചയും കുത്തിന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതുകൊണ്ട് മറ്റു ചില പ്രയോജനങ്ങളുണ്ട്. ബുദ്ധി പെട്ടെന്ന് കൂടാൻ. ഇതിൻ്റെ പിന്നിലൊരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് ബുദ്ധി വരണം. ഈ യോഗ ചെയ്യുന്നവരൊന്നും എന്നെ വന്ന് അടിക്കല്ലേ, ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വൺ വീണ്ടും ഒരു ലോൺലിനെസ്സിൻ്റെയാണ്. നിങ്ങളുടെ മുൻപ് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ എന്തിനാണോ ഈ ടാരോ കാണുന്നത്, എന്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ നിങ്ങൾ ടാരോ കാണുന്നത്, അക്കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിങ്ങളുടെ ഫിസിക്കൽ എഫേർട്ടുണ്ട്, മാനസികമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ടുകളും ഇമോഷണൽ ആയിട്ടുള്ള ഡ്രെയിൻഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് വളരെ വലിയ നിങ്ങൾ വലിയ എഫേർട്ട് ഇടുകയും ആ എഫേർട്ട് അതുപോലെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തെടുത്ത് അതൊന്നും കിട്ടാതെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഇഷ്ടംപോലെ എഫേർട്ട് ഇട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് അതിന് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടിട്ട എഫേർട്ട് സത്യസന്ധമായിരുന്നു, അതുകൊണ്ട് എനിക്കതിനുള്ള പ്രതിഫലം കിട്ടും, ഉറപ്പായിട്ടും
ഞാൻ എന്തിനാണോ കാത്തിരിക്കുന്നത് അത് എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് പണമാണെങ്കിലും ശരി, നിങ്ങൾ പണം കൊടുത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് അവർ നിങ്ങളെ പറ്റിച്ചു പോയതാണെങ്കിൽ ആ പണം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എഫേർട്ട് ഇട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ജോലി നിങ്ങൾ മറ്റുള്ളവരുടെയും കൂടെ ചേർത്ത് വലിയ രീതിയിൽ എഫേർട്ട് എടുത്ത് ഒരു ജോലി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടൊരു സംരംഭം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റാതെ ഇടയ്ക്ക് നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുനഃസ്ഥാപിക്കാൻ പറ്റും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തായാലും നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള ജോലിയുടെ ഫലം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതാണ് 9 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഒരു ഫലം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് സ്ട്രെങ്ത് ആണ് മക്കളെ. സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ വയറിന് പ്രശ്നമുണ്ടാകും. കുറേ പേർക്ക് വയറ് വേദനയാകാം, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമാകാം, ലൂസ് മോഷൻ ആകാം, വോമിറ്റിംഗ് ആകാം, അങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. ഹെൽത്ത് വൈസ് സ്ട്രെങ്ത് വന്നാൽ വയറിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായ കഴിവുകളുള്ള ആളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസമാണ്. കാരണം നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളെ പുഷ്പം പോലെ പരിഹരിക്കാൻ ചിലപ്പോൾ ഇന്ന് പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ വഴക്കുണ്ടാക്കി ഇപ്പോൾ ശരിയാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ വിട്ടുപോത്തിനെ പോലെ നിന്നിട്ട് നിങ്ങൾ തന്നെ സമാധാനിച്ച് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ഇന്നർ സോഫ്റ്റ് സ്കിൽ ഇന്ന് ഡെവലപ്പ് ആവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ മറ്റൊരു മുഖം നിങ്ങളിൽ ഇന്ന് വെളിവാകും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെയും നിങ്ങൾക്കിന്ന് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ടാരോ കാണുന്ന ഒരു 99% ആളുകളും നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലോട്ട് വന്നിട്ടുള്ള ആളുകളായിരിക്കും. ഒരു വർഷത്തിനകത്ത് എന്തായാലും ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ നിങ്ങൾ ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടിലൂടെ പോയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഗ്രോ ചെയ്തിട്ടുള്ളതായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയാകാൻ നിങ്ങൾക്കിപ്പോൾ പറ്റുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറച്ച് കൂടുതൽ ബോൾഡായും സ്ട്രോങ് ആയിട്ടും വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അപ്പോൾ വയറിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. വയറ് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കാൻ ഇന്നത്തെ ദിവസം സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യം ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളിന്ന് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം പലവിധമായ കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യാപൃതരായിരിക്കേണ്ട ആവശ്യം വരാൻ സാധ്യതയുണ്ട്. ബാങ്കിലൊക്കെ പോവുക, KSFE പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ജോലി സംബന്ധമായി വേറെ യാത്രകൾ ചെയ്യുക, സെലിബ്രേഷൻസിൽ പങ്കെടുക്കുക, കല്യാണത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ വീട് കയറിക്കൂടലിനൊക്കെ പാലുകാച്ചലിനൊക്കെ പോവുക, സ്വർണ്ണം എടുക്കാൻ പോവുക, കല്യാണത്തിനൊക്കെ സ്വർണ്ണം എടുക്കാനോ ഡ്രസ്സ് എടുക്കാനോ ഒക്കെ പോവുക, പർച്ചേസിങ്ങിൽ പങ്കെടുക്കുക, പിന്നെ പുതിയൊരു വീട് വയ്ക്കുകയോ വീടിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ കുറ്റിയടിക്കുക, കട്ടള വയ്ക്കുക, അങ്ങനെയൊക്കെ പറയത്തില്ലേ, വാർക്ക, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘട്ടം ചിലപ്പോൾ ഇന്ന് നടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ വീട് വാങ്ങാൻ വേണ്ടി ടോക്കൺ കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ വീട് എഴുതുന്നുണ്ടാവാം, അല്ലെങ്കിൽ വീടാവാം, കാറാകാം, ഷോപ്പാകാം, എന്തുവാകാം. നിങ്ങൾക്ക് അസറ്റ് ഉണ്ടാക്കുന്ന എന്തോ ഒരു സാധനം പുതുതായിട്ട് നിങ്ങൾ മേടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്വർണം മേടിക്കുന്നതാവാം, സ്വർണം പണയം വെക്കുന്നതാവാം, പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കുന്നതാവാം, നഷ്ടപ്പെട്ടു പോയ ഗോൾഡോ മറ്റോ തിരിച്ചു കിട്ടുന്നതാവാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനോ ഒരുപാട് ആളുകളുടെ ഇടയിൽ പോയി നിൽക്കേണ്ടി വരികയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടി ടാസ്കിങ് 7 ഓഫ് കപ്സ്. ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യം വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ്. ഇത് രണ്ടും സെയിം അർത്ഥമാണ് കേട്ടോ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ ബേർഡൻഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരുപാട് ഇതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡായിട്ടാണ് കാണുന്നത്. ഇതൊരു സൈക്കിളാണ്. ഇത് വാണ്ടെന്ന് പറഞ്ഞതിൻ്റെ 10ാമത്തെ കാർഡാണ്. അപ്പം ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഹെക്റ്റിക്കായിട്ട് ജോലി ചെയ്യേണ്ടി വരും. ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. തലയിൽ നിങ്ങൾ ബാധ്യതകൾ ചുമക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇന്ന് പല കാര്യങ്ങളും ബാധ്യതയായിട്ട് തോന്നും. ബന്ധങ്ങൾ ബാധ്യതയായിട്ട് തോന്നാം. അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്കൊരു ബാധ്യത പോലെ തോന്നാം. അതിന് എന്ത് ചെയ്യണം, സൊല്യൂഷൻ എന്താണെന്ന് അറിയാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിലൊരു തീരുമാനം ഇല്ലാതെ ബുദ്ധിമുട്ടി ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 10 ഓഫ് വാണ്ടാണ്. അപ്പോൾ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. പുതിയൊരു തുടക്കം ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ പറയുന്നത് ഡെത്ത് കാർഡാണ്. ഈ ഡെത്ത് കാർഡ് പറയുന്നത് പഴയ ഉണ്ടായിരുന്ന എന്തോ ഒരു നിങ്ങൾക്ക് വേണ്ടാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡെത്തായിട്ട് അതിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നു എന്നാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് ഡെത്തായി പോയിട്ട് പുതിയ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ്. കാരണം തൊട്ടടുത്ത കാർഡ് കോംപ്രമൈസ് ആൻഡ് ബാലൻസ് ആണ്. അതിൻ്റെ താഴെ ഡബിൾ കാർഡുണ്ട്. അപ്പോൾ നിങ്ങളെ മോശമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായി ഇരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിൽ അവസാനിച്ചു പോകുന്നു. നിങ്ങളൊരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഘട്ടം, ജീവിതത്തിൻ്റെ ഒരു ഘട്ടം നിങ്ങൾക്ക് അവസാനിച്ചു പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നു. നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു എന്ന് തന്നെയാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഇവിടെ ഒരു കർമ്മ സൈക്കിൾ എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന്ന് കുറേ പ്രശ്നങ്ങൾ, കുറേ സമയം ഒറ്റയ്ക്കിരിക്കേണ്ടി വരിക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട്. ഇതിൽ മിക്കവാറും എല്ലാ കാർഡുകളും ഇന്ന് ഇൻഡിവിജ്വൽ കാർഡുകളാണ് വന്നിട്ടുള്ളത്. മിക്കവാറും എല്ലാ ഇൻഡിവിജ്വൽ കാർഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ ലവേഴ്സ് ഓറക്കിൾ എടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ ലവേഴ്സ് ഓറക്കിൾ വരുമ്പോൾ ഓടിച്ചു വിടുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യം വരാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലവേഴ്സിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് പറയാറില്ല. ഇത് ലവേഴ്സ് ഓറക്കിൾ തന്നെ ഇടുന്നത് ലാസ്റ്റായിട്ടാണ്. ഇതിൻ്റെ ഈ ഏഞ്ചൽസ് മെസ്സേജും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിടുന്നുള്ളൂ. ഏഞ്ചൽസ് മെസ്സേജും കൂടെ കേട്ടതിന് ശേഷം ലവേഴ്സ് ഓറക്കിൾ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. നിങ്ങളിത് മുഴുവൻ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല മീൻസ് എനിക്കിത് വീഡിയോ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. മോണിറ്റൈസ് ചെയ്തിട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. ഞാൻ സ്കിപ്പ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞത് മോണിറ്റൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. മോണിറ്റൈസ് ചെയ്തിട്ടുള്ള ചാനൽസ് ആണെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ പൈസ കിട്ടത്തില്ല, സ്കിപ്പ് ചെയ്താൽ പൈസ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം ബിഗ് ഹാപ്പി ചേഞ്ചസ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. അത് തന്നെയാണ് ഡെത്ത് കാർഡ് പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ദൈവമായിട്ട് തന്നെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വളരെ നല്ല മാറ്റം കൊണ്ടുതരുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് സഹായം ചോദിക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പതറിപ്പോകേണ്ടതില്ല, നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടുക. ഓക്കെ, തേർഡ് വൺ ഇംപ്രൂവിങ് ഹെൽത്ത്. കണ്ടോ, ഞാനെന്ന് പറഞ്ഞില്ലേ സ്ട്രെങ്ത് കാർഡ് വന്നപ്പോൾ വയറിന് പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഇത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞാണ്, നിങ്ങളോടും കൂടെ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് ഓറക്കിൾ എന്ന് പറയുന്നത്. അടുത്തത് ലവേഴ്സിനുള്ള ഓറക്കിൾ നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത്? നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം കിട്ടുന്നതെന്ന്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഐ ആം വേർത്തി ഓഫ് ലവിങ്, ഐ ആം വേർത്ത് ടു ബി ലവ്ഡ്. ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹയാണ് എന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുക. അതുപോലെ നിങ്ങളെ സ്നേഹിക്കുക എന്നത് വളരെ സേഫായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങൾ തന്നെ ആദ്യം വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും അതേ വിശ്വാസം തോന്നും. ഓക്കെ, ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. എല്ലാ എനർജിയിലും മുകളിലുള്ള എനർജി എന്ന് പറയുന്നത് ലവ് എനർജിയാണ്. അത് കൊടുക്കാനും സ്വീകരിക്കാനും നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത്. രണ്ടാമത്തത് കോ ഡിപ്പെൻഡൻസി. അഡിക്ഷൻസ് ആർ അഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. കോ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക, അഡിക്ഷൻ അല്ല. അല്ലെങ്കിൽ അതുപോലെ ഒരു
ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ കൺട്രോളിങ്ങോ ഒന്നുമല്ല. നിങ്ങൾ പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക, അതുപോലെ തന്നെ കോ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുക. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ബി കോ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാനും ഒന്നും പോകണ്ട. അടുത്തത് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് നല്ലതായിട്ട് വരുമെന്ന് നിങ്ങൾ നന്നായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. അത് അതുപോലെ തന്നെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓട്ടം വന്നിരിക്കുന്നത് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽസ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡീപ്പൻസ്. എത്രത്തോളം നിങ്ങൾ കൂടുതൽ പരസ്പരം മനസ്സിലാക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ബന്ധം ആഴമുള്ളതായി തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ലവേഴ്സിനുള്ള ഒറക്കിൾ മെസ്സേജ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കമൻറ്റുകൾ പറയാൻ മറക്കല്ലേ. എന്തെങ്കിലും ഓൾട്ടറേഷൻസ്, എന്തെങ്കിലും ചേഞ്ചസ്, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.